എൻഹാൻസ്ഡ് SIP ഞാൻ പറയുന്ന പോലെ ചെയ്താൽ നിങ്ങൾക്ക് ഏകദേശം 80 lakhs ഉണ്ടാക്കും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റും SIP വേഴ്സസ് എൻഹാൻസ് SIP ടൂള്. എൻഹാൻസ് SIPൻ്റെയും SIPൻ്റെ ട്യൂട്ടോറിയൽ എങ്ങനെ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ കാണിക്കാൻ ദൻ ആപ്പിലാണ്. താഴെ ലിങ്ക് ഉണ്ട്, കുറേ ഓപ്ഷൻസ് ആണ്. 10 വർഷം നിങ്ങൾ സാധാരണ ഒരു SIP ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് 47 ലക്ഷം ഉണ്ടാക്കാൻ പറ്റിയിരിക്കും. പക്ഷേ അതേസമയം നിങ്ങൾ എൻഹാൻസ്ഡ് SIP ഞാൻ പറയുന്ന പോലെ ചെയ്താൽ നിങ്ങൾക്ക് ഏകദേശം 80 lakhs ഉണ്ടാക്കാം. 33 lakhിനെക്കാട്ടും കൂടുതൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവും. ബേസിക്കലി 70% നിങ്ങൾക്ക് ഔട്ട് പെർഫോം ചെയ്യാൻ പറ്റും. ഈ സാധാരണ SIP എല്ലാവർക്കും ചെയ്യാൻ പറ്റും, ഇതും എല്ലാവർക്കും ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക, വീഡിയോ മൊത്തമായിട്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് എൻഹാൻസ്ഡ് SIP എങ്ങനെ ചെയ്യാമെന്ന് മനസ്സിലാവും. അപ്പോൾ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഡിസ്ക്ലെയിമർ, ഞാനൊരു SEBI രജിസ്റ്റേർഡ് ഇൻവെസ്റ്റർ അല്ല. ഇതൊരു പ്യോർലി ഫിനാൻഷ്യൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണ്, ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല. ഞാനിവിടെ കാണിക്കുന്ന എക്സാമ്പിൾ ബാക്ക് ടെസ്റ്റഡ് ആണെങ്കിലും ഫ്യൂച്ചറിൽ അതേ സെയിം റിസൾട്ട് തരണമെന്നില്ല. പക്ഷേ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് കാണിക്കുന്നത്. പിന്നെ മ്യൂച്വൽ ഫണ്ട്സിലോ അല്ലെങ്കിൽ ഏത് ഇൻവെസ്റ്റ്മെൻറ്റ്സിലോ പോകുമ്പോൾ അതിൻ്റെ റിസ്ക് എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങളുടെ റിസർച്ച് ചെയ്തിട്ട് മാത്രം എൻട്രി ചെയ്യുക. ആദ്യം തന്നെ SIP എങ്ങനെ വർക്ക് ചെയ്യുന്നതിൻ്റെ സിമ്പിൾ റിവിഷൻ തരാം. ഡീറ്റെയിൽ വീഡിയോ ആണെങ്കിൽ ഇത് ചെക്കൗട്ട് ചെയ്യുക. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ മാസം സാലറി വരും. നമ്മൾ എന്ത് ചെയ്യും, ഒരു പ്രത്യേക ഡേറ്റ് ഫിക്സ് ചെയ്യും. 5th, 4th, 3rd അങ്ങനെ ഏതെങ്കിലും ഒരു ദിവസം നമ്മുടെ ഓട്ടോമാറ്റിക്കലി SIP എന്ന് പറയുന്ന പരിപാടി ചെയ്യും. എന്താണ് ബേസിക്കലി, നിങ്ങളുടെ ഒരു മ്യൂച്വൽ ഫണ്ടിലേക്ക് ബാങ്കിൽ നിന്ന് തന്നെ പൈസ പോയിക്കോളും. ചിലപ്പോൾ 5000 രൂപയായിരിക്കും, 10000 രൂപയ്ക്ക് നമുക്ക് സെറ്റ് ചെയ്യാം. അത് മാസം ചെയ്യാം, ഇയർലി ചെയ്യാം, ഡെയിലി ചെയ്യാം, വീക്ക്ലി ചെയ്യാം, എങ്ങനെ വേണേക്കോട്ടെ. നമ്മൾ പൊതുവെ 5th എല്ലാ മാസം ഒരു 10000 രൂപ നമ്മുടെ SIPയിലേക്ക് പോയിക്കോട്ടെ, മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ആയിക്കോട്ടെ എന്ന് പറയുന്നു. ഓക്കെ, നമ്മളറിയാതെ എല്ലാം നടന്നോളൂ, ഒരു പ്രശ്നമല്ല. ആൻഡ് നമ്മളെന്താണ് ഡിസിപ്ലിനോടെ എല്ലാ മാസം ഇത് ഗ്രോ ചെയ്യുന്നതുകൊണ്ട് നല്ലൊരു വെൽത്ത് ഉണ്ടാക്കും. നമ്മളതിൽ ഇടപെടുന്നില്ല, നമ്മളത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള പൈസ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. ഇതാണ് SIPൻ്റെ ഗുണം. അപ്പോൾ SIP ഒരു അടിപൊളി സംഭവമാണ്. എല്ലാവരും ഈ SIP ചെയ്യുന്ന ഒരു നല്ല കാര്യമാണ്. നല്ലൊരു ഡിസിപ്ലിൻ ബിൽഡ് ചെയ്യും, നമ്മുടെ വെൽത്ത് ക്രിയേഷനൊക്കെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഈ SIP ഒരു ലേസി SIP ആണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന നേരത്തെ എക്സാമ്പിൾ പോലെ നിങ്ങൾ എൻഹാൻസ് SIP ചെയ്യുകയാണെങ്കിൽ വളരെയധികം വ്യത്യാസം ഉണ്ടാക്കാം. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ SIPൻ്റെ മെയിൻ പ്രശ്നം എന്തെന്ന് കണ്ടോ, SIP പാനിക് ഓഫ് 2025. മാർക്കറ്റ് ഒന്ന് കുറച്ച് ഡൗൺ ആയാൽ, സ്റ്റോക്ക് മാർക്കറ്റോ നിഫ്റ്റിയോ ഒന്ന് കുറച്ച് ഡൗൺ ആയി, ഒരു ക്രാഷ് വന്നു അല്ലെങ്കിൽ ഒരു കറക്ഷൻ തന്നെ വന്നാൽ എല്ലാവരും SIP സ്റ്റോപ്പ് ചെയ്യും. അത് ഡേറ്റ ഉണ്ട് പ്രൂവ് ചെയ്യാൻ വേണ്ടി. എപ്പോഴും SIPൻ്റെ അക്കൗണ്ട്സ് കൂടിക്കൊണ്ടിരിക്കുക, കൂടുതൽ SIPs ഉണ്ടായിക്കൊണ്ടിരിക്കുക മാസം. പക്ഷേ ജാനുവരി 2025 മാർക്കറ്റ് ഒന്ന് കറക്റ്റ് ചെയ്തപ്പോൾ എല്ലാവരും SIP പോസ് ചെയ്തു. കുറേ ആൾക്കാർ SIP നിർത്തി, മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് നിർത്തി. കാരണം എല്ലാവരും പാനിക് ചെയ്യും, മാർക്കറ്റ് ഡൗൺ ആയി എൻ്റെ പൈസ കുറയും. ഇതാണ് ഒരു ബിഗിനർ ഇൻവെസ്റ്റർ ഉണ്ടാക്കുന്ന മിസ്റ്റേക്ക്. മാർക്കറ്റ് ഡൗൺ ആകുമ്പോൾ SIP അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യും. പക്ഷേ ഒരു സ്മാർട്ട് ഇൻവെസ്റ്റർ എന്താ ചെയ്യുക, വി ബൈ ലോ. മാർക്കറ്റ് ഡൗൺ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അപ്പോഴാണ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഇതൊരു ന്യൂസ് ആർട്ടിക്കിളാണ്, നിങ്ങൾ കാണുമ്പോൾ ഫെബ്രുവരി 2025 വന്നാണ്. നിങ്ങൾക്ക് രജിസ്ട്രേഷൻസ് ഈ ഓറഞ്ച് കളർ എന്ന് പറഞ്ഞാൽ ഓരോ മാസം പുതിയ SIPs ഉണ്ടാക്കുന്ന ആൾക്കാരുടെ 4 മില്യൺ ഇവിടെ, 5 മില്യൺ ജാനുവരിയിൽ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ബ്ലൂ എന്ന് പറഞ്ഞാൽ ക്ലോസ് ചെയ്യുന്നത്. ക്ലോസ് ചെയ്യുന്നത് എത്ര ആൾക്കാർ SIPs നിർത്തുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എപ്പോഴും എന്താണ് കൂടുതൽ SIPs ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, ക്ലോഷേഴ്സ് കുറവാണ്. പക്ഷേ ജാനുവരി 2025 മാർക്കറ്റ് ഒന്ന് കറക്റ്റ് ചെയ്തപ്പോൾ തന്നെ എന്താണ്, പുതിയ ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ കുറഞ്ഞു, എല്ലാവരും ക്ലോസ് ചെയ്യുമ്പോൾ 61 ലക്ഷം ആൾക്കാർ ക്ലോസ് ചെയ്തു. അപ്പം ദേ സോൾഡ് ലോ. പക്ഷേ നമ്മളെന്താണ്, വി ബൈ ലോ. നമ്മളെന്താ ചെയ്യുന്നത്, വളരെ സിമ്പിളാണ്. മാർക്കറ്റ് ഡൗൺ ആകുമ്പോൾ കൂടുതൽ വാങ്ങിക്കുന്നു. ആ ഒരു കോൺഫിഡൻസ്, ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ ലോങ് ടേമിൽ ഞാൻ കാണിച്ചൊരു ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എൻഹാൻസ് SIPൻ്റെ ആൽഗോരിതം വളരെ സിമ്പിളാണ്. ഇത് ഇങ്ങനെ തന്നെ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ അത് ട്വീക്ക് ചെയ്തിട്ട് ബാക്ക് ടെസ്റ്റ് ഡേറ്റയിൽ ഇങ്ങനെ വ്യത്യാസം ഉണ്ടാകുന്ന കാണിച്ചു തരാം. മാർക്കറ്റ് കൂടുകയാണെങ്കിൽ, മാർക്കറ്റ് ഇപ്പോൾ ഗ്രോ ചെയ്യാണ് 5%, 2%, 3% മാസം ഗ്രോ ചെയ്യാൻ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ തൊടേണ്ട ആവശ്യമില്ല. മാർക്കറ്റ് ഡൗൺ പോകുമ്പോഴാണ് നമ്മളൊരു ആക്ഷൻ എടുക്കേണ്ടത്. സാധാരണ SIP നിങ്ങൾ മാസം 10000 രൂപ പോകാമെന്ന് വിചാരിച്ചോ, അതെല്ലാം മാസം പോയിക്കൊണ്ടിരിക്കും. ഈ എൻഹാൻസ് SIPയിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, മാർക്കറ്റ് ഡൗൺ ആണ്, ഫോർ എക്സാമ്പിൾ 0 to 5% മാർക്കറ്റ് ഡൗൺ ആണ്, നിങ്ങൾ നോർമൽ SIP ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, മൾട്ടിപ്ലയർ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, മാസം പോകുന്ന പൈസ പോയിക്കോട്ടെ. ഇനി അടുത്ത മാസം നിങ്ങൾ ശ്രദ്ധിക്കുക, 5 to 10% താഴേക്ക് പോകുന്ന വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ 7% താഴേക്ക് ആ മാസം മാർക്കറ്റ് ഡൗൺ ആണ്. നിങ്ങൾ എന്ത് ചെയ്യണം, 10000 രൂപ ഓട്ടോമാറ്റിക്കലി പോവും. നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഡബിൾ അഥവാ 20000 രൂപ നിങ്ങൾ ടോട്ടൽ ഇടണം. അപ്പോൾ 10000 രൂപ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി പോയി, നിങ്ങളൊരു 10,000 കൂടി ആ മാസം SIP ചെയ്യണം, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അതാണ് ബേസിക് ഐഡിയ. അപ്പോൾ എന്താണ്, മാർക്കറ്റ് ലോ ആകുമ്പോൾ നിങ്ങൾ കൂടുതൽ വാങ്ങിക്കുന്നു. അതിൻ്റെ ലോജിക്ക് ഞാൻ പറഞ്ഞുതരാം. ഇനി 10 to 20% അത്രയും താഴേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ 3 ഇരട്ടി 30,000 ടോട്ടൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. 10,000 SIP ന്ന് 20,000 നിങ്ങൾ മാനുവലി ചെയ്യണം ആ മാസം. അപ്പോൾ 20% ക്രാഷിന് മേലേക്ക് പോയി നിങ്ങൾക്ക് വേണമെങ്കിൽ 4 ഇരട്ടി ചെയ്യാം. ഇത് നിങ്ങളുടെ ഇഷ്ടമുള്ള പ്രിഫറൻസിന് നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ നിങ്ങൾക്കൊരു ടൂളും തരാം, നിങ്ങൾക്ക് എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ഓപ്റ്റിമൈസ് ചെയ്യാൻ പറ്റുക, നിങ്ങളുടെ പൈസ എത്ര കയ്യിലുണ്ട്, എത്ര ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ബേസിക് ലോജിക്ക്. മാർക്കറ്റ് ഡൗൺ ആവുന്നതനുസരിച്ച് നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യും. നമ്മൾ വി ആർ ബൈയിങ് അറ്റ് ദ ലോസ്. അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇനി നമ്മുടെ ഒരു 15 year ബാക്ക് ടെസ്റ്റ് റിസൾട്ടിലേക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 47 lakh റെഗുലർ ഇൻവെസ്റ്റർ 10 വർഷത്തിൽ ഉണ്ടാക്കുന്നതിന് പകരം നമ്മൾ 80 lakhs ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആൻഡ് നിങ്ങൾക്ക്
എങ്ങനെയാണ് നിങ്ങളെ ഒപ്റ്റിമൈസ് എന്ന് പറഞ്ഞാൽ ഈ 33 lakh എവിടെ നിന്നാണ് വന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഡേറ്റയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും മാർക്കറ്റ് ഡൗൺ ആകുമ്പോൾ -5% നമ്മൾ 2x വാങ്ങിക്കുന്നു ആ മാസം. ഈ മാർക്കറ്റ് 10% പോകണം നമ്മൾ 3 ഇരട്ടി വാങ്ങിക്കുന്നു. ഇനി ആ മാസം 10-നെക്കാട്ടും പോകണം നമ്മൾ 4 ഇരട്ടി വാങ്ങിക്കുന്നത്. ഇതൊരു സിമ്പിൾ എക്സാമ്പിൾ ആണ്. ഇതിൽ എന്താ ഗുണം വരാമെന്ന് ഞാൻ ഡേറ്റ വെച്ച് കാണിച്ചു തരാം. ഹലോ എവരിവൺ, അപ്പോൾ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. എന്നാൽ എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ട് പിക്ക് ചെയ്യേണ്ടത്, ഏത് ഫണ്ട്സാണ് നിങ്ങൾക്ക് ഏറ്റവും നന്നാവുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ ഈ കാര്യം വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. കോഴ്സിന്റെ പേര് മ്യൂച്വൽ ഫണ്ട് മെയ്ഡ് ഈസി എന്നാണ്. ഈ ഒരു കോഴ്സിൽ ഏറ്റവും ബിഗിനർ ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എന്താണ് മ്യൂച്വൽ ഫണ്ട് എന്നും എങ്ങനെയാണ് നല്ലൊരു മ്യൂച്വൽ ഫണ്ട് പിക്ക് ചെയ്യേണ്ടതെന്നും മാത്രമല്ല ഈ മ്യൂച്വൽ ഫണ്ട്സ് ലോങ് ടേമിൽ നിങ്ങൾക്ക് വെൽത്ത് ഉണ്ടാക്കാൻ വേണ്ടി എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഈ ഒരു കോഴ്സിലൂടെ മ്യൂച്വൽ ഫണ്ട്സ് ശരിക്കും മനസ്സിലാക്കുകയും അതുവഴി അതിന്റെ മാക്സിമം ബെനിഫിറ്റ് നിങ്ങൾക്ക് ലൈഫിൽ കിട്ടണമെങ്കിൽ തീർച്ചയായും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റും SIP വേഴ്സസ് എൻഹാൻസ് SIP ടൂൾ. ഇതിൻ്റെ ബാക്ക് ടെസ്റ്റ് ചെയ്ത ഡേറ്റ വെച്ചിട്ട് ഞാൻ മൊത്തം കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ടൂൾ ഉപയോഗിക്കാം. ടൂളിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ട്വീക്ക് ചെയ്യാം, എത്ര മൾട്ടിപ്ലയർ കൊടുക്കാം, നിങ്ങൾക്ക് എത്ര ബെസ്റ്റ് റിസൾട്ട് ഉണ്ടാക്കാം എന്നൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഈ വെബ്സൈറ്റിലേക്ക് വന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഇൻഡെക്സ് Nifty 50 ആണ് നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. സ്റ്റാർട്ടിംഗ് January 2015 എൻഡിങ് December 2024, ഏകദേശം 10 വർഷമുണ്ട്. ബേസ് എമൗണ്ട് ഞാൻ ഇടാൻ പോകുന്നത് 10,000 rupees മാസം ഇടുന്ന SIP. ഓക്കെ, ഈ ടെസ്റ്റിങ്ങിൽ ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് 2 ത്രഷോൾഡാണ്. ബേസിക്കലി ത്രഷോൾഡ് 1 എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് 2% ഡൗൺ ആയാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ കണ്ടോ എക്സ്ട്രാ ഗെയിൻസ് എത്ര ഉണ്ടെന്ന്. അപ്പം അത് നമുക്ക് ആദ്യം ഒപ്റ്റിമൈസ് ചെയ്യാം. ഇപ്പം നിങ്ങൾ നോക്ക്, മാർക്കറ്റ് ഇപ്പം 2%, ഫോർ എക്സാമ്പിൾ 2% ഡൗൺ ആയാൽ ഞാൻ മൾട്ടിപ്ലയർ മാസം 10,000 ഇടുന്നതിന് പകരം ഞാൻ അതിൻ്റെ ഇരട്ടി ഇടും, വിച്ച് ഇസ് 20,000. ഓക്കെ, അതെനിക്ക് വേണം കൂട്ടാം. നിങ്ങളുടെ കയ്യിൽ കൂടുതൽ മാസം നിങ്ങൾക്ക് ഇടാൻ പറ്റുമെങ്കിൽ അത്ര നല്ല. കാരണം നിങ്ങൾ നോക്കി നോക്കുക, 2% ഡൗൺ ആകുമ്പോൾ ഞാനിപ്പം 1x തന്നെ ഇടുകയാണെങ്കിൽ ആ 10,000 തന്നെ ഇടുകയാണെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. നിങ്ങൾക്ക് എന്താ 5,38,000 എക്സ്ട്രാ ഗെയിൻസ് ഉണ്ട്. ഓക്കെ, അത് ഇവിടെ രണ്ടാമത്തെ ത്രഷോൾഡ് വെച്ചിട്ടാണ്. ഇനിയിപ്പോൾ ഞാൻ മാർക്കറ്റ് 2% ഡൗൺ ആയാൽ ഞാൻ 2x മൾട്ടിപ്ലയർ ആണെങ്കിൽ എന്താ സംഭവിക്കുക, എനിക്ക് 637 6.5 ലക്ഷം ലാഭമായി. ഓക്കെ, ഇനി 3x ചെയ്യാൻ പറ്റുമെങ്കിലോ 7.5 ലക്ഷം. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, മാർക്കറ്റ് കുറച്ച് ഡൗൺ ആകുമ്പോൾ നിങ്ങൾ കൂടുതൽ എത്ര പൈസ ഇടാൻ പറ്റുന്നോ അത്രയും നല്ലതാണ്. പക്ഷേ റിയലിസ്റ്റിക്കലി ആലോചിക്കുമ്പോൾ 10,000 രൂപ ചെയ്യുന്ന SIP ആൾക്ക് പെട്ടെന്ന് ചിലപ്പോൾ 30,000 40,000 എടുത്തിടാൻ പറ്റില്ല. ഞാൻ പക്ഷേ ഒരു എക്സാമ്പിളായിട്ട് കാണിക്കാം. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മാർക്കറ്റ് 2% അല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ 1% ഡൗൺ ആകുമ്പോൾ വേണമെങ്കിൽ ഇതവിടെ ഞാൻ 1% ഡൗൺ ആകുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു 2x ഇടുന്നു. ഓക്കെ, 2x. അപ്പോൾ കണ്ടോ നല്ല ബെനിഫിറ്റ്. അപ്പോൾ ആ മാസം Nifty 50 1% ഡൗൺ ആണ്, നിങ്ങൾ 20,000 രൂപ SIP ഇടുന്നു ഇൻസ്റ്റെഡ് ഓഫ് 10,000. ഇനി ഒരു ത്രഷോൾഡും കൂടി വെക്കാം. എന്താ, മാർക്കറ്റ് ഇപ്പോൾ ഇവിടെ രണ്ടാമത്തെ 4% ഡൗൺ ആണ്, വിച്ച് ഇസ് ആ മാസം അത്യാവശ്യം നല്ല ഡൗൺ ആണ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് 3% ആക്കാം. ഇവിടെ ഇവൻ 3% ആക്കാം നോക്ക്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു, ആ മാസം ഞാൻ 40,000 രൂപ ഇടുന്നു, 4x ഇടുന്നു. അപ്പോൾ നോക്കിയാൽ എൻ്റെ എൻഹാൻസ്മെൻറ്റ്സ് ബേസിക്കലി 8,20,000 രൂപ എനിക്കിതിൽ നിന്ന് ലാഭിക്കാൻ പറ്റി. ലാഭിക്കാനല്ല, കൂടുതൽ ഗെയിൻ ചെയ്യാൻ പറ്റിയത് ബാക്ക് ടെസ്റ്റഡ് ഡേറ്റ കേട്ടോ. ഫ്യൂച്ചറിൽ ഇത് കിട്ടുന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ബാക്ക് ടെസ്റ്റഡ് ആണ്. അപ്പോൾ ഇവിടെ മാജിക് എന്താ സംഭവിക്കുന്നത്, മാർക്കറ്റ് ഡൗൺ ആകുമ്പോൾ നിങ്ങൾ കൂടുതൽ പൈസ പുഷ് ചെയ്യുന്നു. ഓക്കെ, മാർക്കറ്റിലേക്ക്. അപ്പോൾ നിങ്ങൾ ബേസിക്കലി മാർക്കറ്റ് ചീപ്പറായിട്ടാണ് നിങ്ങൾ വാങ്ങിക്കുന്നത്. ഓക്കെ, പക്ഷേ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് നിങ്ങൾ കൂടുതൽ പൈസ ഇടുന്നുണ്ട്, അത് ഞാൻ സമ്മതിച്ചു. ഓക്കെ, നിങ്ങൾ 10,000 ആ മാസം ഇടുന്നതിന് വരെ 20,000 40,000 ഇടുന്നു. അത് നിങ്ങൾ കണ്ടുപിടിക്കാൻ എവിടെ നിന്നാണ് ചെയ്യുന്നതെന്ന്. ആൻഡ് അത് നിങ്ങൾ ഇടുന്നുണ്ട്, പക്ഷേ കറക്റ്റ് ടൈമിൽ ഇടുന്നതുകൊണ്ട് അത് കൂടുതൽ ഗ്രോ ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ട്രഡീഷണൽ SIP എൻഹാൻസ് SIP കമ്പയർ ചെയ്യാൻ പറ്റും. ടോട്ടൽ ഇൻവെസ്റ്റ് ഇവിടെ 11 ലക്ഷം ആണെങ്കിൽ ഇവിടെ 19 ലക്ഷമായി. കാരണം നിങ്ങൾ ഡിപ്പ് വരുമ്പോൾ സമയത്ത് നിങ്ങൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കറണ്ട് വാല്യൂ നോക്കി 23 ലക്ഷത്തിന് പകരം നിങ്ങൾക്ക് 38 ലക്ഷം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നോക്കി ടോട്ടൽ ഗെയിൻസ് എവിടെയാണ്, ഇവിടെ നിങ്ങൾക്ക് ടോട്ടൽ റിട്ടേൺ 96% ആണ്, ഇവിടെ 102%. ആൻഡ് നിങ്ങൾക്ക് XIRR കാണാം, ചെറിയ വ്യത്യാസമുള്ളൂ. ഇത് നിങ്ങൾ നോക്കുമ്പോൾ ഈ XIRR കുറച്ച് വ്യത്യാസമുള്ളൂ. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ എൻഹാൻസ് SIPയിൽ മാർക്കറ്റ് ഡൗൺ ആയപ്പോൾ കൂടുതൽ പൈസ ഇട്ടുണ്ട്. ആ കൂടുതൽ പൈസ ഇടുന്നതുകൊണ്ട് തന്നെ കറക്റ്റ് ടൈം ഇടുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ കാണാൻ പറ്റും ട്രഡീഷണൽ SIP നിങ്ങൾ 23 ലക്ഷമായിരിക്കും ടോട്ടൽ ഉണ്ടാക്കിയത്, ഇവിടെ 38 ലക്ഷമാണ് നിങ്ങൾക്ക് ഉണ്ടാക്കിയത്. ഓക്കെ, ഇപ്പോൾ ഞാൻ കാണിച്ചൊരു സിമ്പിൾ എക്സാമ്പിൾ നിങ്ങൾക്ക് പോർട്ട്ഫോളിയോ വാല്യൂ കമ്പാരിസൺ കാണാൻ പറ്റും. കണ്ടോ, നമ്മുടെ എൻഹാൻസ് SIP ഗ്രോ ചെയ്യുന്നത് കണ്ടോ, മാർക്കറ്റ് ഡൗൺ ആയിട്ട് പിന്നെ അപ്പാകുമ്പോൾ ഭയങ്കര വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് ആബ്സല്യൂട്ട്ലി ഇത്രയും വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഇതെന്താ സംഭവിക്കുന്നത് ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നമ്മളിപ്പോൾ കഴിഞ്ഞ 10 വർഷത്തെ Nifty 50 ഡേറ്റ എടുക്കുകയാണെങ്കിൽ നോക്കിയാൽ February 2015 1% റിട്ടേൺ ആണ്. ആ സമയത്ത് സാധാരണ SIP കാരനും എൻഹാൻസ് SIP കാരനും സെയിം പൈസ ഇട്ടത്, വ്യത്യാസമല്ല. മാർക്കറ്റ് അപ്പാകുമ്പോൾ വലിയ വ്യത്യാസമല്ല, പക്ഷേ മാർക്കറ്റ് ഡൗൺ ചെയ്താൽ March 2015 4% ഡൗൺ ആയി. നമ്മുടെ റൂൾ പ്രകാരം 4% അല്ലെങ്കിൽ 2% കൂടുതൽ ഡൗൺ ആയാൽ നമ്മൾ 4 ഇരട്ടി ഇടും. ഇയാൾ 10,000 ഇടുന്നതിന് വരെ നമ്മൾ 40,000 രൂപ ഇട്ടു. ഓക്കെ, ഏപ്രിലിൽ 3% ഡൗൺ ആയി, വീണ്ടും നമ്മൾ 4 ഇരട്ടി ഇട്ടു.
മേല് 2% ഡൗൺ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ 2 ഇരട്ടിയിട്ട്, അപ്പോൾ 20,000 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ആ ഗ്രീനിൽ കാണാൻ പറ്റും എത്ര കൂടുതൽ നമ്മൾ ഇട്ടു എന്ന്. ഓക്കെ, ഇങ്ങനെ കൂടുതൽ നമ്മൾ ഡൗൺ ആകുമ്പോൾ ഇട്ടു. നിങ്ങൾക്ക് കാണാൻ പറ്റും XIR കമ്പാരിസൺ. XIR കാഗർ വളരെ ചെറിയ വ്യത്യാസം ഉണ്ടാവുള്ളൂ, കാരണം പെർസെൻറ്റേജിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മൾ കൂടുതൽ എമൗണ്ട് ഇട്ടു ആൻഡ് ഡിപ്പിൽ ഇട്ടുകൊണ്ട് തന്നെ വ്യത്യാസം നിങ്ങൾക്ക് ആബ്സല്യൂട്ട് ടേംസിൽ കാണാൻ പറ്റും. ഇനി ഞാൻ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ 47 lakh എന്നുള്ള 80 lakhs ആക്കി. ആ സിമ്പിൾ എക്സാമ്പിൾ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നിങ്ങൾ 10,000 രൂപ മാസം ഇടുന്നു വിചാരിക്കുന്നു. ഞാൻ ത്രഷോൾഡ് നമുക്ക് ചെറുതായിട്ട് മാറ്റി നോക്കാം. ഓക്കെ, അപ്പം ഇതിൻ്റെ ഡിസ്ക്ലെയിമർ എന്തിനാണ്? മൾട്ടിപ്ലയർ 2 ഇരട്ടി 3 ഇരട്ടി ഇടാനുള്ള പൈസ നിങ്ങൾ ഇങ്ങനെയും ഒപ്പിക്കണം. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ലിക്വിഡ് ഫണ്ട് ഉണ്ടെങ്കിൽ ആ മാസം നിങ്ങൾക്ക് ആ ലിക്വിഡ് ഫണ്ട് നിന്ന് മാറ്റാം, FD ഉണ്ടെങ്കിൽ ആ FD നിന്ന് മാറ്റാം, സേവിങ്സ് എക്സ്ട്രാ ഉണ്ട് സേവിങ്സ് നിന്ന് മാറ്റാം. അങ്ങനെ ചെയ്യണം. അല്ലാണ്ട് നിങ്ങൾക്ക് എൻഹാൻസ് SIP വെറുതെ ആകാശത്തിൽ നിന്ന് റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഞാൻ മൾട്ടിപ്ലയർ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2%. ഞാൻ ഇപ്പം നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും ഞാൻ ഇങ്ങനെ അത് ട്വീക്ക് ചെയ്ത് എനിക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത്. ഞാൻ മാർക്കറ്റ് 1% 2% ഡൗൺ ആകുമ്പോൾ 2% ഡൗൺ ആകുമ്പോൾ ഞാൻ 4x ഇടുന്നു. ഓക്കെ, ഇനി ഞാൻ മാർക്കറ്റ് 4% -4% ആകുമ്പോൾ നമുക്കിവിടെ താഴേക്ക് പോവാം. -4% ആകുമ്പോൾ ഞാൻ ഇതിന് 10x ഇടുന്നു നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, ഇത് കാണാൻ പറ്റും വ്യത്യാസം കണ്ടില്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റിട്ടേൺസ് ഇവിടെ നിന്ന് ഉണ്ടാക്കുക. ഇവിടെ 19 ലക്ഷത്തിന് ഡിഫറൻസ് ഉണ്ടാക്കി. ഇനി 10 വർഷത്തിലാണ് നമുക്ക് 19 ലക്ഷം ഉണ്ടാക്കാൻ പറ്റിയത്. ഇനി നിങ്ങൾ ഒരിക്കലും 10 വർഷം മാത്രമല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ മേ ബി ഇൻ യുവർ 20s or 30s ആയിരിക്കും. നിങ്ങൾക്ക് ഈസിലി 20-30 ഇയേഴ്സ് വരെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനൊരു 5 വർഷം കൂടി വിട്ടു, 2010 മുതൽ ചെയ്യാമെന്ന് വിചാരിച്ചോ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 5 വർഷം ഞാൻ ഈ സെയിം സംഭവം ചെയ്തു. ഓക്കെ, 5 വർഷം 2010 ജാനുവരിയിൽ തുടങ്ങി ആൻഡ് 2024 14-15 വർഷം ചെയ്തപ്പം 50 lakh ആയി. ഇനി നിങ്ങളുടെ SIP ഒരു 12,000 ആക്കുകയാണെങ്കിൽ നിങ്ങൾ എത്ര കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നോ അത്ര വ്യത്യാസത്തിൽ വരും. ഫോർ എക്സാമ്പിൾ 13,000 ആക്കുമ്പോൾ 66 ലക്ഷമായി. നിങ്ങളിപ്പോൾ 20,000 ആണ് നിങ്ങളുടെ ബേസ് എങ്കിൽ നിങ്ങൾക്ക് ഈസിലി ഇവിടെ കാണാൻ പറ്റും ഇവിടെ 10 million ആണ്, അഥവാ 1 കോടി. അപ്പം നമ്പേഴ്സ് എത്ര വേണമെങ്കിൽ ഇൻഫ്ലേറ്റ് ചെയ്ത് കാണിക്കാം ഓരോ എക്സാമ്പിൾ. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ 5,000 ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ 5,000 ഇടുക. നിങ്ങൾക്ക് മാർക്കറ്റ് 2% ഡൗൺ ആകുമ്പോൾ 4 ഇരട്ടി ഇടാൻ പറ്റുമെന്ന് ആലോചിക്കുക. പറ്റുമില്ലെങ്കിൽ നിങ്ങൾ 2x ആ മാസം 5,000 10,000 ഇടാൻ നോക്കുക. ഓക്കെ, അത് ചെയ്യാൻ പറ്റും. ഇനി മാർക്കറ്റ് -4% ചെയ്യുമ്പോൾ നിങ്ങൾ മാക്സിമം എത്ര ഇടാൻ പറ്റും മാർക്കറ്റിൽ, നിങ്ങൾക്ക് SIPയിലേക്ക് എത്ര മാറ്റി വെക്കാൻ പറ്റും? 10x ചിലപ്പം പറ്റുന്നുണ്ടാവില്ല, ചിലവർക്ക് പറ്റിയിരിക്കും കേട്ടോ, ചിലവർക്ക് ഈസിലി പറ്റിയിരിക്കും, ചിലവർക്ക് മാറ്റി വെച്ചാൽ കുറച്ച് പൈസ ഉണ്ടാവും. അങ്ങനെയാണ് ചെയ്യാൻ പറ്റും. ഞാൻ പറയുകയാണ് ഒരു 5x ചെയ്യാൻ പറ്റും 5x, അല്ലെങ്കിൽ 4x ചെയ്യാൻ പറ്റും 4x. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത്രയും ഡിഫറൻസ് ഉണ്ടെന്ന്. ഇത് ബാക്ക് ടെസ്റ്റഡ് ആണ്. ഫ്യൂച്ചറിൽ ചിലപ്പോൾ ഇതിനെക്കാട്ടും ബെറ്റർ ആവും, ഇതിനെക്കാട്ടും ചിലപ്പോൾ ചെറിയ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ Nifty 50 ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ സ്മോൾ ക്യാപ്പിൽ ചെയ്യാം. സ്മോൾ ക്യാപ്പിലാകുമ്പോൾ ഇത്ര വ്യത്യാസം വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് 8,40,000 ആണെങ്കിൽ ചെറിയ വ്യത്യാസമുള്ളൂ, നിങ്ങൾക്ക് 8,30,000 ആണ് ചെറിയ വ്യത്യാസമുള്ളൂ. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം എന്താ, ആബ്സല്യൂട്ട് റിട്ടേൺസിൽ നല്ല വ്യത്യാസം ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ഇവിടെ കാണിച്ച പോലെ ഇവിടെ 8 ലക്ഷം ആയിരിക്കും കുഞ്ഞ് എമൗണ്ട് വെച്ചിട്ട്, നേരത്തെ കാണിച്ചാൽ 1 കോടി വരെയുള്ള വ്യത്യാസം ഉണ്ടാക്കാം ഇൻ ദ ലോങ് റൺ. ഇതാണ് എൻഹാൻസ് SIP. അപ്പോൾ നമ്മൾ ഈ മാർക്കറ്റ് ഡൗൺ ആകുമ്പോൾ എന്താ ശരിക്കും സംഭവിക്കുന്നത്? ഈ മാർക്കറ്റ് ഡൗൺ ആകുമ്പോൾ നമ്മുടെ NAV അല്ലെങ്കിൽ ആ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു യൂണിറ്റിൻ്റെ പ്രൈസ് കുറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചീപ്പറായിട്ടാണ് വാങ്ങിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ ഇമേജിൽ കാണാൻ പറ്റും. നോർമൽ മന്ത് നിങ്ങൾക്ക് 100 രൂപയ്ക്കാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ, വലിയ അപ്പ് ഡൗൺ ഇല്ലാത്ത മാസമാണ് 100 രൂപയ്ക്ക് വാങ്ങിക്കുന്നതെങ്കിൽ, നിങ്ങൾ നോക്കുക, നിങ്ങൾ 10,000 രൂപ ഇട്ടാൽ നിങ്ങൾക്ക് 100 യൂണിറ്റ്സ് കിട്ടി. 100 ഷെയർ കിട്ടിയെന്ന് പറയാം നമുക്ക് ആ മ്യൂച്വൽ ഫണ്ടിൻ്റെ. NAV എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു നമ്പറാണ്, മേലേക്കും താഴേക്കും ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, 100 ഷെയർ കിട്ടിയെന്ന് ചോദിക്കുക 10,000 രൂപയ്ക്ക്. ക്രാഷ് വരുന്ന മാസത്തിൽ നിങ്ങൾ 80 രൂപയും ചോദിക്കും. നിങ്ങളിതാ ഇത് 20% ഡൗൺ ആകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും NAV കുറഞ്ഞു, അല്ലെങ്കിൽ ആ മ്യൂച്വൽ ഫണ്ടിൻ്റെ പ്രൈസ് കുറഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ 30,000 3 ഇരട്ടി സ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ 100 രൂപ 100 യൂണിറ്റ് മാസം മേടിക്കുന്നതിന് പകരം നിങ്ങൾ 400 യൂണിറ്റ് അല്ലെങ്കിൽ 300 യൂണിറ്റ് കൂടുതൽ വാങ്ങിക്കുന്നു. പക്ഷേ എന്താ ഗുണമെന്ന്, നിങ്ങൾ ചീപ്പറായിട്ട് വാങ്ങിക്കുന്നത്, നിങ്ങൾ ബൾക്കായിട്ട് വാങ്ങിക്കുന്നു ചീപ്പറായിട്ട്. ഇനി മാർക്കറ്റ് അപ്പാവുമ്പോൾ ഈ യൂണിറ്റ്സ് ഒക്കെ നല്ലോണം പൈസ കൂടും. അങ്ങനെയാണ് നമ്മൾ ബൈയിങ് അറ്റ് ദ ലോ ആൻഡ് ബൈയിങ് മോർ അറ്റ് ദ ലോ നമ്മൾ ചെയ്തിട്ട് എൻഹാൻസ് SIP ചെയ്യുന്നത്. ഇതിൻ്റെ എക്സിക്യൂഷൻ വളരെ സിമ്പിളാണ്. നിങ്ങൾ ചെയ്യേണ്ടത്, മാസം സാലറി വരുന്നു, സാധാരണ പോലെ നിങ്ങളുടെ ബേസിക് XIP പോകുന്നുണ്ടാവും 10,000 5,000 മാസം നിങ്ങൾക്ക് പോകുന്നുണ്ടാവും. അതെങ്ങനെ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അത് നമ്മുടെ എക്വിറ്റിയിലേക്ക് നേരെ നിങ്ങൾ Nifty 50 അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻഡെക്സോ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാ മ്യൂച്വൽ ഫണ്ടിൻ്റെ കാര്യങ്ങളും, ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ഏതാണ് നിങ്ങൾക്ക് ബെസ്റ്റ് എന്നുള്ള കാര്യങ്ങൾ മൊത്തം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ SIP 20 എന്നുള്ള കോഡ് ഉപയോഗിച്ചോ താഴെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ബേസ് SIP 10,000 5,000 പോകുന്നു. പക്ഷേ മാർക്കറ്റ് കുറയുന്ന മാസങ്ങൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങളുടെ ലിക്വിഡ് ഫണ്ടിലേക്ക് നിങ്ങൾ അലോക്കേറ്റ് ചെയ്ത് കുറച്ച് പൈസ, FD ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഡെറ്റ് ഫണ്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബോൺസോ, അങ്ങനെ എന്ത് വേണേൽ ആയിക്കോട്ടെ, നിങ്ങൾക്ക് മാറാത്ത പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന പൈസയാണ് ലിക്വിഡ് ഫണ്ട് എന്ന് പറയാം. അതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം,
മാർക്കറ്റ് ഡ്രോപ്പ് ആകുമ്പോൾ നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾ എക്സ്ട്രാ SIP പോലെ ലംസമായിട്ട് ഇടണം. അത് ഞാൻ എങ്ങനെയാണ് കാണിച്ചു തരാം നമ്മുടെ ആപ്പ് ഉപയോഗിച്ചിട്ട്. എൻഹാൻസ് SIPൻ്റെയും SIPൻ്റെ ട്യൂട്ടോറിയൽ എങ്ങനെ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടു. ഞാനിവിടെ ഉപയോഗിക്കുന്ന ദൻ ആപ്പാണ്. നിങ്ങൾക്ക് ഏത് ആപ്പ് വേണം ഉപയോഗിക്കാൻ, കുറേ ആപ്സ് അവൈലബിൾ ആണ്. ഞാനിവിടെ കാണിക്കുന്നത് ദൻ ആപ്പിലാണ്. നിങ്ങൾ ദൻ ആപ്പിൽ നിങ്ങൾ സൈനപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ താഴെ ലിങ്ക് ഉണ്ട്. കുറേ ഓപ്ഷൻസ് ആണ്. നിങ്ങൾക്ക് സ്റ്റോക്ക്, ഓപ്ഷൻസ്, മ്യൂച്വൽ ഫണ്ട്സ്, കൊമോഡിറ്റീസ് ഒക്കെ ഉണ്ട്. ഞാനിവിടെ വരുന്നത് മ്യൂച്വൽ ഫണ്ട്സിലാണ്, കാരണം അതിലാണ് നമ്മൾ SIP ചെയ്യുന്നത്. മ്യൂച്വൽ ഫണ്ട്സിൽ നിങ്ങൾ കാണാൻ പറ്റിയ കുറേ ഓപ്ഷൻസ് ഉണ്ട്. താഴെ നോക്കിയാൽ കാണാം ഹൈ റിട്ടേൺ, ഇൻഡെക്സ് ഫണ്ട്, ടോപ്പ് റേറ്റഡ് സ്കീംസ്, ലിക്വിഡ് ഫണ്ട്. നമ്മൾ പറഞ്ഞില്ല ലിക്വിഡ് ഫണ്ട് എന്ന് എടുത്തിടാൻ പോകുന്നത് ഇൻവെസ്റ്റ് വിത്ത് 500 rupees, വെറും 500 രൂപ അല്ലെങ്കിൽ ഈവൻ 100 rupees വെച്ച് വരെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലാർജ് ക്യാപ്പിന് കുറേ ഓപ്ഷൻസ്, എക്വിറ്റി, ഹൈബ്രിഡ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഞാനിവിടെ കാണിക്കാവുന്ന പ്യുവർ എക്സാമ്പിളാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് എല്ലാം മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ ഇവിടെ വരുന്നത് ഒരു ഇൻഡെക്സ് ഫണ്ട് എടുക്കണം. ഇൻഡെക്സ് ഫണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് നിഫ്റ്റി 50 ഉണ്ട്, നെക്സ്റ്റ് 50 ഉണ്ട്, നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ഉണ്ട്. ഞാൻ നമ്മുടെ എക്സാമ്പിൾ കാണിച്ചു പോലെ നിഫ്റ്റി 50 ആണ് എടുക്കാൻ പോകുന്നത്. ആക്സിസ് ഉണ്ട്, ഇതിൽ കുറേ ഡീറ്റെയിൽസ് ഉണ്ട്. ഏത് വേണം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നിഫ്റ്റി 50 ഒരു ഇൻഡെക്സ് എടുക്കുമ്പോൾ പൊതുവേ ഭയങ്കര വ്യത്യാസം ഉണ്ടാവില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എക്സ്പെൻസ് റേഷ്യോ കുറച്ചെടുക്കാൻ നോക്കുക. അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കണം. എക്സ്പെൻസ് റേഷ്യോ അഥവാ എക്സിറ്റ് ലോഡ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അറിയണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ മ്യൂച്വൽ ഫണ്ട് കോഴ്സിൽ ജോയിൻ ചെയ്യാം. താഴെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. SIP 20 കോഡ് ഉപയോഗിച്ചാൽ 20% ഓഫ് ഉണ്ടാവും. ഞാൻ ഈ എക്സാമ്പിളിന് വേണ്ടി വെറുതെ നവി നിഫ്റ്റി 50 എടുക്കുന്നു. റെക്കമെൻഡേഷൻ അല്ല, പ്യുവർ എക്സാമ്പിൾ. ഇനി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. എത്ര റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്, ഔട്ട് പെർഫോമൻസ്, ഹോൾഡിങ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നിഫ്റ്റി 50 ആയതുകൊണ്ട് ഞാൻ ആകെ നോക്കാൻ പോകുന്നത് എന്താണ്, എനിക്ക് വേണ്ടത് ഇതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ കുറവായിരിക്കും. അപ്പോൾ ഞാൻ താഴേക്ക് വരുന്നു. ഇവിടെ എക്സ്പെൻസ് റേഷ്യോ ഇവിടെ 0.06%, വിച്ച് ഇസ് ഗുഡ്. ബാക്കിയുള്ള നോക്കണം, ഇതിനേക്കാളും കുറവുണ്ട്, അതെടുക്കാൻ നല്ലത്. ഇനി ഇൻവെസ്റ്റ് നൗന് കൊടുക്കുകയാണ്. ഇതിനുള്ളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും SIP ഓപ്ഷൻ ഉണ്ട്, വൺ ടൈം ഓപ്ഷൻ ഉണ്ട്. വൺ ടൈം എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും ഉപയോഗിക്കേണ്ടത് കാണിച്ചത്, നിങ്ങൾക്ക് കുറേ പൈസ ഉണ്ട്, 1 ലക്ഷം 2 ലക്ഷം അല്ലെങ്കിൽ വലിയ പൈസ ഉണ്ട്, ഇത് എപ്പോഴും കിട്ടണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ പൈസ വൺ ടൈം പെട്ടെന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അത് മാർക്കറ്റ് ഡൗൺ ആണ് കുറച്ചുകൂടി നല്ല. ഞാൻ കാണിച്ചു തരാം. ഇനി SIPയിലേക്ക് നമ്മൾ വരുന്നു. ഞാൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ എപ്പോഴും ചെയ്യാവുന്ന 10,000 SIP കൊടുക്കുന്നു. 10,000 rupees ഞാൻ കൊടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഡെയിലി കൊടുക്കാം, വീക്കിലി കൊടുക്കാം, മന്ത്ലി എൻ്റെ സാലറി 1-ാം തീയതി വരുന്നതുകൊണ്ട് ഞാൻ ഒരു 3-ാം തീയതി കൊടുക്കുന്നു. ഇനി മാക്സിമം അടുത്തേക്ക് കൊടുക്കാൻ നല്ലത് സാലറീൻ്റെ. കാരണം എന്താണ്, നിങ്ങൾ സാലറി വന്നിട്ട് അത്ര ദിവസം ബാങ്ക് ബാലൻസ് കണ്ടാൽ നിങ്ങൾ ചിലപ്പം ഉപയോഗിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് നേരെ SIPയിലേക്ക് പോകാൻ അത്ര നല്ലത്. ഇനി നമുക്ക് 3rd January ഓൺവേർഡ്സ് ഇത് SIP ആയിക്കൊണ്ടിരുന്നോളും. അപ്പോൾ നിങ്ങളിത് ഇൻവെസ്റ്റ് SIP കൊടുക്കുക. ഒരു UPI ബാങ്ക് മാൻഡേറ്റ് സെറ്റ് ആവും. അപ്പോൾ നിങ്ങളതൊക്കെ അഗ്രി ചെയ്യുക. UPI പിന്നെ കൊടുത്താൽ എല്ലാ മാസവും നിങ്ങളുടെ ബാങ്കിൽ നിന്ന് 10,000 രൂപ നിങ്ങളുടെ 3-ാം തീയതി പോയിക്കോളും. ഇനി എൻഹാൻസ് SIP എപ്പോഴാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക? നമ്മൾ നിഫ്റ്റി 50 ആ ഇൻഡെക്സിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ദൻ ആപ്പിൻ്റെ ഹോം സ്ക്രീനിൽ വന്നാൽ തന്നെ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട്സിന് മേലെ കാണാം നിഫ്റ്റി 50. വളരെ പോപ്പുലർ ആയതുകൊണ്ട് അവിടെ തന്നെ ഉണ്ട്. ഈ നിഫ്റ്റി 50 എടുക്കുക. നിങ്ങളിവിടെ 5 ഡേ 1 ഡേ ഇതൊക്കെ കാണാൻ പറ്റും. നിങ്ങൾ 1 മന്ത് ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 1.26 ഒന്നുകൂടി 1 മന്തിലേക്ക് 1.26% അപ്പാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതിൻ്റെ ടെർമിനലിൽ എടുക്കാം. ഇതിൻ്റെ സ്കാനെക്സ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമുണ്ട്, അതിൻ്റെ ലിങ്കും കൊടുക്കാം. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും 1 മന്തിൽ എന്താ സംഭവിച്ചതെന്നൊക്കെ. ഓക്കെ, ഇനി നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് വേണമെങ്കിൽ നിങ്ങൾ വെറുതെ ഗൂഗിളിൽ പോയിട്ട് നിഫ്റ്റി 50 അടിക്കുക. നിങ്ങൾ 1 മന്ത് നോക്കുക. 1 മന്തിൽ ഏകദേശം 0.05% അപ്പോ ഡൗൺ ആണ്. അപ്പോൾ ബേസിക്കലി ഡൗൺ അല്ല. ഇനി ഫോർ എക്സാമ്പിൾ നിങ്ങൾ എടുക്കുമ്പോൾ ഡൗൺ ആണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ ഡൗൺ ആണ്. ഇപ്പോൾ 1 ഡേ നോക്കുമ്പോൾ ഡൗൺ ആണ്. പക്ഷേ നിങ്ങൾക്ക് 1 മന്താണ് നിങ്ങൾ നോക്കേണ്ടത്. ഡൗൺ ആണെന്ന് കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ ആ SIPയിലേക്ക് വരിക. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ സെർച്ച് ചെയ്യുന്നത് നിഫ്റ്റി 50 നമ്മുടെ നവീൻ്റെ നിഫ്റ്റി 50 നവി നമ്മുടെ ആ സ്റ്റോക്സിലുണ്ട്. മ്യൂച്വൽ ഫണ്ട്സിൽ വരുമ്പോൾ ഇത് സെർച്ച് ചെയ്യുന്നു, ഇത് കിട്ടി. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റ് ചെയ്യുന്നു. നമ്മൾ പ്ലാൻ ചെയ്തത് 2x ആണെങ്കിൽ, ഓക്കെ, ഇപ്പം 2% ഡൗൺ ആകുമ്പോൾ 2x ആണ് നമ്മുടെ ഫസ്റ്റ് ത്രഷോൾഡെങ്കിൽ 2% ഡൗൺ ആകുമ്പോൾ നമ്മൾ 2x ആണ് നമ്മൾ പ്ലാൻ ചെയ്തെങ്കിൽ 1 ടൈം കൊടുക്കുക. 1 ടൈമിൽ പോയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, 10,000 തന്നെ ചെയ്താൽ മതി. കാരണം 10,000 ഓൾറെഡി SIPയിൽ 5-ാം തീയതി 3-ാം തീയതി പോയിട്ടുണ്ടാവും. നമ്മളൊരു 10,000 രൂപയും കൂടി ചെയ്യാം. ഇനി ഫോർ എക്സാമ്പിൾ നമ്മൾ 5% ഡൗൺ ആയി, നിഫ്റ്റി 50 5% ഡൗൺ ആണെങ്കിൽ നമ്മൾ 4x ആണ് മൾട്ടിപ്ലയർ എങ്കിൽ 4x മൾട്ടിപ്ലയർ എന്ന് പറയുമ്പോൾ 4 × 10,000 40,000. 10,000 ഓൾറെഡി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 30,000 ഇടുന്നു. ഓക്കെ, ഇത് നമ്മൾ ചെയ്യുന്നത് 1 ടൈം ആയിട്ട്. കാരണം ആ മാസം നമുക്കറിയുള്ളൂ, നമ്മൾ നോക്കി ചെയ്യണം. ആ മാസം കുറയുന്നതുകൊണ്ട് നമ്മൾ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ 1 ടൈം ആയിട്ട് ചെയ്യുന്നു. അത് ഇൻവെസ്റ്റ് കൊടുക്കുന്നു. നമ്മൾ UPIയോ ബാങ്കിൽ കൂടെ നേരെ ട്രാൻസ്ഫർ ചെയ്യുന്നു. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് ഏത് ആപ്പ് വേണം യൂസ് ചെയ്യാം. ദൻ ആപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ എൻഹാൻസ് SIP ചെയ്യേണ്ടത്. മാസാമാസം ആവശ്യമനുസരിച്ച് 1 ടൈം നിങ്ങൾ ചെയ്യുക. കൂടുതലിടണമെങ്കിൽ കൂടുതലിടാൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ പറ്റുന്നത്ര നിങ്ങൾ എൻഹാൻസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എൻഹാൻസ് SIPൻ്റെ ഫുൾ ട്യൂട്ടോറിയൽ കണ്ടു. ആവശ്യമുള്ള മാസങ്ങൾ നിങ്ങൾ കൂടുതലിടുന്നത് എങ്ങനെയാണെന്ന് കണ്ടു. 1 ടൈം ഉപയോഗിച്ചിട്ട് ഏത് ആപ്പ് വേണം യൂസ് ചെയ്യാം. ദന്നിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഇനി നിഫ്റ്റി താഴെ പോകുന്ന മാസങ്ങൾ എപ്പോഴും നമുക്ക് ആ ത്രഷോൾഡ് മീറ്റ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ 2% ഡൗൺ ആകുമ്പോൾ ആ മാസം 2x ഇടാൻ പൈസ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ ഉള്ള മാസം ഇടുക. ഓക്കെ, എപ്പോഴൊക്കെ ഡൗൺ ആവുന്ന നിങ്ങളുടെ പ്ലാൻ അനുസരിച്ച് അത്ര ഇടാൻ പറ്റുമെങ്കിൽ വളരെ നല്ലത്. പക്ഷേ മാസത്തിലൊരിക്കൽ നിങ്ങൾ ചാർട്ട് എടുത്ത് നോക്കുക, എത്ര ഡൗൺ ആയി നോക്കുക. നിങ്ങൾ കൂടുതലിടാൻ പറ്റുമെങ്കിൽ കൂടുതലിടുക, വിച്ച് ഈസ് ഗോയിങ് ടു ബി വെരി ഹെൽപ്ഫുൾ ഇൻ ദ ലോങ് റൺ. ചിലപ്പോൾ ഞാൻ ഈ കാണിച്ച എക്സാമ്പിളിനെക്കാട്ടും ബെറ്റർ ആകാൻ പറ്റും. അപ്പോൾ ആ എക്സാമ്പിളും നിങ്ങൾക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ താഴെ ഞാൻ അതിൻ്റെ ലിങ്കും കൊടുക്കാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റും ചെയ്യാം.